ഹലോ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ, അദ്ദേഹം ഒരുപാട് കുറ്റാന്വേഷണത്തിൽ നല്ല പരിചയസമ്പന്നനായ വ്യക്തിയാണ്. IB-യിലൊക്കെ കുറേ കാലം അദ്ദേഹം തലപ്പത്തുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ DGP ആണ്. രവത ചന്ദ്രശേഖർ ഇന്ന് കോഴിക്കോട് നമ്മുടെ പോലീസിൻ്റെ പുതിയ വനിതാ ഡിവിഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ വരുന്നവരുടെ ചിരി ഉറപ്പാക്കണം. അദ്ദേഹം പറഞ്ഞതൊക്കെ നമുക്ക് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാം. അദ്ദേഹം പറഞ്ഞ നേരായ അർത്ഥത്തിൽ ആലോചിച്ചാൽ പരാതിയുമായി വരുന്ന ആൾക്കാരുടെ പരാതി പരിഹരിച്ചു കൊടുക്കണം, പരാതി ഉണ്ടാകാതെ സൂക്ഷിക്കണം. പോലീസ് സ്റ്റേഷനിൽ ആര് വന്നാലും അവർ മടങ്ങിപ്പോകുമ്പോഴത്തെ മുഖത്ത് ഒരാശ്വാസത്തോടെയുള്ളൊരു ചിരി ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പിന്നാലെ മറ്റു ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. എന്നാലും DGP പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ, സാധാരണ കോൺസ്റ്റബിൾ പോലും അതിനു മേളിലുള്ള എല്ലാ ആളുകളും മനസ്സിലാക്കിയാൽ കേരളത്തിലെ ക്രമസമാധാന പാലനം ഗംഭീരമായി പോകും. അത് ഉറപ്പുവരുത്തേണ്ടത് DGP ആണ്. അദ്ദേഹം നമ്മുടെ പരാതിക്കാരുടെയും ഒക്കെ ചിരി ഉറപ്പുവരുത്തുക. അതേപോലെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, ഈ അക്രമങ്ങളെ നേരിടുക മാത്രമല്ല പോലീസിൻ്റെ ജോലി, അക്രമങ്ങൾ ഉണ്ടാകാതെ നോക്കുന്നതും പോലീസിൻ്റെ ജോലിയാണെന്ന് പറഞ്ഞു. അവിടെയും ചിരി ഉണ്ടാക്കണം. എന്തായാലും ചിരി പരാതിക്കാർക്ക് മുഖത്തുണ്ടാക്കാനുള്ള ശ്രമം നമ്മുടെ പോലീസ് സേന നടത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രൈം ടൈം ആരംഭിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ എതിർപ്പിനിടെ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ആരംഭിച്ചു. ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് വീടുകളിലെത്തി ഫോമുകളൊക്കെ കൈമാറി തുടങ്ങി. പ്രമുഖരുടെ വീടുകളിൽ ജില്ലാ കളക്ടേഴ്സ് നേരിട്ടെത്തി ഫോം വിതരണം ചെയ്തു. തിരുവനന്തപുരത്ത് കണ്ണമൂലയിൽ നമ്മുടെ പ്രിയങ്കരനായ നടൻ മധുസാറിൻ്റെ വീട്ടിലെത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്യൂമറേഷൻ ഫോം കൊടുത്തു. അർഹരായ എല്ലാവരും വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്നും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ ഇന്ന് പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ആദ്യ നടപടിയാണ് എന്യൂമറേഷൻ ഫോം വിതരണം. വീടുകളിലെത്തി ബൂത്ത് ലെവൽ ഓഫീസർമാർ ഫോം വിതരണം ചെയ്യും. വീട്ടുകാർ ഇത് പൂരിപ്പിച്ച് തിരികെ ഏൽപ്പിക്കണം. കണ്ണൂരിൽ എഴുത്തുകാരൻ T. പത്മനാഭന്റെ വീട്ടിലും തൃശൂരിൽ കലാമണ്ഡലം ഗോപി ആശാന്റെ വീട്ടിലും ഉദ്യോഗസ്ഥരെത്തി ഫോം നൽകി. തിരുവനന്തപുരത്ത് നടൻ മധുവിന്റെ വീട്ടിലെത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ ഫോം നൽകി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നാടിന്റെ നന്മയ്ക്കെന്ന് നടൻ മധു. ഈ വോട്ടർ പട്ടികയെക്കുറിച്ച് വളരെ പരാതികളുള്ള ഈ സമയത്ത് ഈ പുതിയ ഫോമിൽ എല്ലാവരും ഒപ്പിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ശുദ്ധീകരണമായിരിക്കും. നാട്ടിന് നല്ലതാണ്, നമുക്ക് നല്ലതാണ്. SIR-നെ എതിർക്കുന്ന സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷികളെ വിശ്വാസത്തിലെടുക്കണ്ടേ എന്ന ചോദ്യത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മറുപടി ഇങ്ങനെ: SIR എന്ന് പറയുന്നത് വോട്ടർ ലിസ്റ്റിന്റെ ഒരു ശുദ്ധീകരണമാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടർ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവും. ഡ്യൂട്ടിയുടെ ഭാഗമാകുന്ന BLO-മാർക്ക് ഒരു മാസം പൂർണ്ണമായി SIR ഡ്യൂട്ടി ആയിരിക്കും. BLO-മാർക്ക് ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ടത് നിയമസഭാ മണ്ഡലത്തിൽ നിയോഗിച്ചിട്ടുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ്. രേഖ ആവശ്യമുള്ളവർക്ക് ERO നോട്ടീസ് അയക്കും. ആദ്യം കരടു പട്ടികയും പിന്നീട് അന്തിമ പട്ടികയും പ്രസിദ്ധീകരിക്കുന്നതാണ് രീതി. SIR നടപ്പാക്കുന്നതിനെതിരെ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ നടക്കും. 24 തിരുവനന്തപുരം. അഞ്ജന പറയുന്നു, ഈ കടൽ കാണാൻ പോയ ആൾക്കാരുടെ വിവരങ്ങൾ എന്തായി? കടൽ കാണാൻ പോയിട്ടുണ്ട് അവർ. കടലൊക്കെ കണ്ടവർ മടങ്ങി വന്നിട്ടില്ല ഇതുവരെയും. അപ്പോൾ നമുക്ക് നാളെ മോർണിംഗ് ഷോയിൽ കടലിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാം. മറ്റൊരാൾ പറയുന്നു, ആഷ്മിക്ക് അദ്ദേഹത്തിൻ്റെ നിലപാട് സാധൂകരിക്കാൻ മനോരമ പത്രം പിൻബലം എന്ന് പറയുന്നു. എന്താ അർത്ഥത്തിൽ അത് പറഞ്ഞത് എനിക്കറിയില്ല. എന്തായാലും അടുത്ത വാർത്തയിലേക്ക്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കുള്ള ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് കൂടുതലും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനായി നിയമിച്ചത് കൂടുതലും അധ്യാപകരെയാണ്. സ്കൂളുകളുടെ പ്രവർത്തനം താളം തെറ്റുമോ എന്ന ആശങ്ക പരക്കെയുണ്ടെന്ന് കേരളത്തിൽ ഇപ്പോൾ ശാസ്ത്രമേള ഉൾപ്പെടെ തുടങ്ങാനിരിക്കെയാണ് ഈ ചുമതല അധ്യാപകർക്ക് നൽകിയത്. 25,000-ത്തിലധികം വരുന്ന BLO-മാരിൽ 70% അധ്യാപകരാണെന്ന് അധ്യാപക സംഘടനകൾ പറയുന്നു. ആ പ്രതികരണം ആദ്യം ഒന്ന് കാണാം നമുക്ക്. സമ്പൂർണ്ണ വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് BLO-മാരെ അധ്യാപകരെയും ജീവനക്കാരെയുമാണ് BLO-മാരായി നിയമിച്ചിട്ടുള്ളത്. ഈ രണ്ടാം പാദവാർഷിക പരീക്ഷ നടക്കുന്ന സമയത്ത് അതോടൊപ്പം തന്നെ സാമൂഹ്യ ശാസ്ത്ര, ഗണിതശാസ്ത്ര, ശാസ്ത്രമേളകളും കലാമേളകളും നടക്കുന്ന ഈ സമയത്ത് അധ്യാപകരെ സംബന്ധിച്ച് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന സമയത്താണ് ഈ BLO ഡ്യൂട്ടിക്ക് വേണ്ടി നിയമിച്ചിട്ടുള്ളത്. രണ്ടാം പാദവാർഷിക പരീക്ഷ നടക്കുന്നതിന് മുമ്പ്
പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു തീർക്കേണ്ട സമയത്താണ് ഈ ഡ്യൂട്ടിക്ക് വേണ്ടി ആളെ വെച്ചത്. ഒരു മാസം വിദ്യാലയത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ഓരോ ക്ലാസ്സിലെയും കുട്ടികൾക്ക് പകരം അധ്യാപകരെ നിയമിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഓരോ വീടുകളിലും എത്തി എന്യൂമറേഷൻ ഫോം നൽകുന്ന പ്രക്രിയയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് വലിയൊരു ആശങ്ക ഇപ്പോൾ പുറത്തു വരുന്നത്. അതാ ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ BLOമാരാണ്. ഈ BLOമാരായി നിയമിക്കപ്പെട്ട 70% പേരും അധ്യാപകരാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അത് സ്കൂളുകളെ വളരെ ഗുരുതരമായി ബാധിക്കുമെന്ന ഒരു ആശങ്കയാണ് പ്രധാനമായും അധ്യാപകർ പങ്കുവയ്ക്കുന്നത്. 70% BLOമാരും അധ്യാപക തസ്തികയിൽ ഉള്ളവരാണ് എന്നതാണ് അധ്യാപക സംഘടന അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളുകളിലെ പല കാര്യങ്ങളെയും അത് പ്രതികൂലമായി ബാധിക്കും. കാരണം ഈ ശാസ്ത്രമേള ഉൾപ്പെടെ നടക്കാനിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു മാസക്കാലം ഈ അധ്യാപകർ സ്കൂളിൽ നിന്ന് മാറി നിന്നാൽ അത് സ്കൂളിന്റെ സാധാരണ പ്രവർത്തനങ്ങളെ ഉൾപ്പെടെ പ്രതികൂലമായി ബാധിക്കുമെന്നതാണ് ഈ അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു നടപടി ഉണ്ടാകുമോ എന്നതാണ് അധ്യാപക സംഘടന ചോദിക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഈ മറ്റ് നടപടികളിലൂടെ ഇത് പരിഹരിക്കാമെന്നൊരു നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പും പറയുന്നുണ്ട്. അതായത് ഒരു മാസത്തേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിച്ചുകൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാം എന്നുള്ള നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പിനുള്ളത്. SIR ഡ്യൂട്ടിക്ക് പോകുന്ന അധ്യാപകർക്ക് പകരമായിരിക്കും ഈ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളും വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും അധ്യാപകർക്കിടയിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വലിയ ജോലിഭാരമാണ് ഈ SIR നടപടിയുമായി ബന്ധപ്പെട്ടുള്ളത്. കാരണം ഒരു വീട്ടിൽ 3 തവണയാണ് BLOമാർ പോകേണ്ടത്. കാരണം വീട്ടിൽ ആളില്ല എങ്കിൽ 2 തവണ കൂടി അവിടെ എത്തി കൃത്യമായി ഈ ഫോം വിതരണം ചെയ്യണമെന്നതാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഉൾപ്പെടെ വലിയ ആശങ്ക സംസ്ഥാനത്തെ അധ്യാപകർ പങ്കുവയ്ക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു MG പ്രതീഷ്. നിസാം കൊല്ലം പറയുന്നത് നമുക്ക് ഒരു ന്യൂസ് സായാഹ്ന ദിനപത്രം തുടങ്ങിയാലോ എന്ന് ചോദിക്കുന്നു. ആശ്മി, ഇന്നൊരു വാർത്ത മനോരമ ന്യൂസ് പത്രത്തിൽ നിന്ന് വായിച്ചു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മെസ്സേജ് ഇട്ടത്. മനോരമയൊക്കെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രൊഫഷണൽ പത്രങ്ങളിൽ ഒന്നാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം പല കാര്യങ്ങളും മനോരമ നോക്കി പഠിക്കേണ്ടതുണ്ട് എന്നും കൂടി ഞാൻ വിശ്വസിക്കുന്നു. ഇത് പക്ഷേ ഈ പത്രം തുടങ്ങുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അപകടം പിടിച്ച പണിയാണ്. ഉള്ള പത്രങ്ങളിൽ തന്നെ നിലനിൽപ്പിന് വേണ്ടി വലിയ ബുദ്ധിമുട്ടുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ പുതിയ പത്രം തുടങ്ങാൻ പോകുന്നത്. കാര്യം നമ്മുടെ ഈ മൊബൈൽ ഫോണിലൊക്കെ കാര്യങ്ങൾ കിട്ടുന്നതുകൊണ്ട് പലരും പത്രവായനയിൽ നിന്ന് മാറിയിട്ടുണ്ട്. വേറെ രീതിയിൽ വാർത്തകളൊക്കെ ആളുകൾ അറിയുന്നുണ്ട്. പക്ഷേ അത് പത്രം വഴി, പ്രിൻ്റ് വഴിയല്ല എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഈ പത്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ ഒരുപാട് വാർത്തകൾ വരും. നാളെ രാവിലത്തെ പത്രത്തിൽ അതൊക്കെ അടിച്ചു വരുന്നത്. അപ്പോഴത്തേന് ഈ വാർത്തകൾ മിക്കവാറും ഔട്ട്ഡേറ്റഡ് ആയി പോകും. അപ്പോൾ ഔട്ട്ഡേറ്റഡായി കാലഘട്ടപ്പെട്ട വാർത്ത വായിക്കാൻ ആരാ തയ്യാറാവുക? അതൊക്കെയാണ് പത്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ. ബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ മെഗാ റാലി ഇന്ന് നടന്നു. SIR പ്രക്രിയ മധ്വ വിഭാഗത്തെ ഒഴിവാക്കുമോ എന്ന് ഭയമുണ്ടെന്ന് മമതാ ബാനർജി പറഞ്ഞു. തിരിച്ചറിയൽ രേഖയിലെ പിശകിനെ തുടർന്ന് ബംഗാളിലെ ഹൗറ ജില്ലയിൽ ഒരാൾ ഇന്ന് ആത്മഹത്യ ചെയ്തു. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചില്ല. പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ 12 ഇടങ്ങളിൽ SIR പ്രക്രിയ ആരംഭിച്ച ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി മെഗാ റാലി സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷ വിമർശനമാണ് മമതാ ബാനർജി നടത്തിയത്. आधार कार्ड, सर्टिफिकेट, कास्ट सर्टिफिकेट, किसान कार्ड, मजदूर कार्ड, तो बाकी क्या रह गया? तो फिर क्यों कह रहा है कि वोट एपिक कार्ड में हम लोगों ने मूवमेंट करके कराया था? इलेक्शन कमीशन से नो ID कार्ड, नो वोट. ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് യോഗ്യരായ വോട്ടർമാരെ നീക്കം ചെയ്താലും BJPയുടെ പതനം TMC ഉറപ്പാക്കുമെന്നും മമത പ്രതികരിച്ചു. അതിനിടെ ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചില്ല. ജസ്റ്റിസ് സൂര്യകാന്ത് ഭരണഘടനാ ബെഞ്ചിൽ മറ്റൊരു കേസിൽ വാദം കേൾക്കുന്നതിനാലാണ് ബീഹാർ SIR ഇന്ന് പരിഗണിക്കാത്തത്. 24 ഡൽഹി. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ വെച്ച് പെൺകുട്ടി ആക്രമിച്ചത് പുകവലി ചോദ്യം ചെയ്തതിനെന്ന് റിമാൻഡ് റിപ്പോർട്ട്. പരാതിപ്പെടുമെന്ന് പറഞ്ഞത് പ്രതിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ആക്രമിച്ചെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ നിർണായകമായ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പരിക്കേറ്റ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ പെൺകുട്ടി.
കോട്ടയത്തെ 2 ബാറുകളിൽ നിന്ന് മദ്യപിച്ച ശേഷം പ്രതിയും സുഹൃത്തും കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി. ശുചിമുറിക്ക് സമീപം നിന്ന് പുകവലിക്കുന്നത് പെൺകുട്ടികൾ ചോദ്യം ചെയ്തത് പ്രതിയെ പ്രകോപിപ്പിച്ചു. വാതിൽപ്പടിയിലിരുന്ന ശ്രീകുട്ടിയെ ശക്തിയായി ചവിട്ടി പുറത്തേക്കെറിഞ്ഞു. റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇങ്ങനെയാണ്. സുഹൃത്ത് അർച്ചനയെയും പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും മറ്റ് യാത്രക്കാരുടെ സഹായത്താൽ രക്ഷപ്പെടുകയായിരുന്നു. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ പുറത്തേക്ക് ചവിട്ടിയെറിഞ്ഞെന്നും പോലീസ് പറയുന്നു. വധശ്രമവും യാത്രക്കാരെ ശല്യം ചെയ്യലും ഉൾപ്പെടെയുള്ള 6 വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേരള എക്സ്പ്രസിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചാണ് പോലീസ് അന്വേഷണം തുടരുന്നത്. CCTV ദൃശ്യങ്ങളിൽ ആക്രമണത്തിന്റെ നിർണായക വിവരങ്ങളുണ്ട്. പുറത്തേക്ക് ചവിട്ടിയെറിഞ്ഞത് സുരേഷ് തന്നെയെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇത് കേസന്വേഷണത്തിൽ നിർണായകമാകുമെന്ന നിരീക്ഷണത്തിലാണ് പോലീസ്. പരുക്കേറ്റ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതിയും മാറ്റമില്ലാതെ തുടരുകയാണ്. തലച്ചോറിനേറ്റ ക്ഷതം ആരോഗ്യസ്ഥിതി ഗുരുതരമാക്കുന്നു. പെൺകുട്ടി അപകടനില തരണം ചെയ്തെന്ന് നിലവിൽ പറയാനാകില്ലെന്നും ഡോക്ടേഴ്സ് അറിയിച്ചു. മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലാണ് ചികിത്സ. ചതവുകൾ സുഖപ്പെടാൻ സമയമെടുക്കുമെന്ന കാര്യം ഡോക്ടേഴ്സ് പെൺകുട്ടിയുടെ കുടുംബത്തെയും അറിയിച്ചു. 24 തിരുവനന്തപുരം. തൃശൂരിൽ വെച്ച് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിക്ക് തമിഴ്നാട് പോലീസിന്റെ സഹായം കിട്ടിയെന്ന നമ്മുടെ പോലീസിന് സംശയമുണ്ട്. ഭക്ഷണം കഴിക്കാനായി മാറ്റിയ കൈവിലങ്ങ് തിരികെ അണിയിക്കാത്തതിലും ദുരൂഹതയുണ്ട്. മറന്നുപോയെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. വിയ്യൂർ സെൻട്രൽ ജയിൽ പരിസരം കേന്ദ്രീകരിച്ചാണ് വ്യാപകമായ തെരച്ചിൽ നടന്നത്. പക്ഷേ മുരുകൻ എവിടെ? ബാലമുരുകൻ തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ വിരുദനഗറിലെ കോടതിയിൽ ഹാജരാക്കി വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് തിരികെ എത്തിക്കുമ്പോഴാണ് സംഭവം. വിയ്യൂർ സെൻട്രൽ ജയിൽ പരിസരത്ത് നിന്ന് 50 മീറ്റർ അകലെ വെച്ച് ഇന്നലെ രാത്രി 9:30യോടെയാണ് ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. പ്രതി ചാടിപ്പോയതിൽ ബാലമുരുകനെ തിരികെ കൊണ്ടുവന്ന തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. പ്രതി ആവശ്യപ്പെട്ടപ്പോൾ വാഹനം നിർത്തിയതിലും കൈവിലങ്ങ് മാറ്റിയതിലും വീഴ്ച സംഭവിച്ചതാണ് കണ്ടെത്തൽ. മൂത്രമൊഴിക്കാൻ വാഹനം നിർത്തിയപ്പോൾ കടന്നു കളഞ്ഞെന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി. ഭക്ഷണം കഴിക്കാൻ നേരം അഴിച്ച കൈവിലങ്ങ് പൂട്ടിയിരുന്നില്ലെന്ന് തമിഴ്നാട് പോലീസ് പറയുന്നു. ചാടിപ്പോയ പ്രതി ആദ്യം ജയിൽ പരിസരത്തേക്കും പിന്നീട് റോഡിലേക്കും പോയി. ഇതിനുശേഷമാണ് വിയ്യൂർ ജയിലിൽ വിവരം അറിയിക്കുന്നത്. ബാലമുരുകനായി തൃശൂർ നഗരം കേന്ദ്രീകരിച്ചാണ് നിലവിലെ പരിശോധന. ബാലമുരുകന്റെ പുതിയ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു. തമിഴ്നാട് ബന്തൽക്കുടി SI നാഗരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ എത്തിച്ചത്. മുൻപ് 2 വട്ടം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബാലമുരുകൻ ചാടിപ്പോയിരുന്നു. റോഡരികിൽ സൂക്ഷിക്കുന്ന ബൈക്കുകൾ തട്ടിയെടുത്ത ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതാണ് പ്രതിയുടെ രീതി. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 53 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ. 24 തൃശൂർ. ബാലമുരുകനെ നമ്മൾ കളി പഠിപ്പിക്കേണ്ട, പുള്ളി നന്നായി കളി പഠിച്ച ഒരാളാണ്. മറ്റൊരു വാർത്തയിലേക്ക്. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിച്ചു. അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് 30,000 രൂപയും കർഷകർക്ക് താങ്ങുവിലയ്ക്ക് പുറമെ സാമ്പത്തിക സഹായം നൽകുമെന്ന് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് പ്രഖ്യാപിച്ചു. തോൽവി മുന്നിൽ കണ്ടാണ് പ്രഖ്യാപനമെന്ന് BJP നേതാക്കൾ നന്നായി പരിഹസിക്കുകയും ചെയ്തു. സ്ത്രീ വോട്ടർമാരെ ഒപ്പം നിർത്താൻ പരമാവധി ശ്രമത്തിലാണ് മഹാസഖ്യം. മായി ബഹിൻമാൻ യോജന എന്ന പേരിലുള്ള പദ്ധതി വഴി അധികാരത്തിലെത്തിയാൽ ജനുവരി മാസം തന്നെ 30,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്നാണ് പ്രഖ്യാപനം. 1 കിൻഡൽ നെല്ലിന് 300 രൂപയും 1 കിൻഡൽ ഗോതമ്പിന് 400 രൂപയും താങ്ങുവിലയ്ക്ക് പുറമേ നൽകുമെന്നും മഹാസഖ്യത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് പറഞ്ഞു. ബീഹാറിൽ ആഞ്ഞടിക്കുന്നത് NDA സുനാമിയാണെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. രാഹുൽ ഗാന്ധി ദുശ്ശകുനമാണെന്നും അധിക്ഷേപ പരാമർശം. 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ജനവിധി തേടുക. അവശതകൾ പ്രകടമാണെങ്കിലും വിശ്രമത്തിന് അവധി നൽകി ലാലു പ്രസാദ് യാദവ് അവസാന ലാപ്പിൽ പ്രചാരണത്തിനായി കാര്യമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. തേജസ്വി യാദവ് നിലവിലെ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സാമ്രാജ് ചൌധരി, മൈഥിലി ഠാക്കൂർ തുടങ്ങി പ്രമുഖർ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. നവംബർ 11-നാണ് ശേഷിച്ച 122 സീറ്റുകളിൽ വോട്ടിംഗ് നടക്കുക. ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ സ്ത്രീ വോട്ടർമാർ എത്രത്തോളം നിർണായകമായി എന്ന വിലയിരുത്തൽ മുന്നണികൾക്കുണ്ട്. അതുകൊണ്ട് അവസാന ലാപ്പിൽ പരമാവധി സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടികൾ. ബീഹാറിലെ പട്നയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ബീഹാറിൽ 1ാം ഘട്ട വോട്ടെടുപ്പിനായുള്ള നിശബ്ദ പ്രചാരണമാണ് നാളെ. 121 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ ജനം വിധി എഴുതുക. 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മേഖലകളിൽ പ്രചാരണം കേന്ദ്രീകരിച്ചിരിക്കുകയാണ് പാർട്ടികളെല്ലാം. ബീഹാറിലെ പാർട്ടിയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വീണ്ടും തത്സമയം ചേരുന്നു. പറയൂ ശ്രീനാഥ്.
SKN ഏതായാലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ നിശബ്ദ പ്രചാരണത്തിന്റെ സമയമാണ്. 18 ജില്ലകളിലായാണ് ഈ 121 മണ്ഡലങ്ങൾ. അതിൽ ഈ തലസ്ഥാനമായ പട്ന അടക്കമുള്ള ഇടങ്ങളിലെ മണ്ഡലങ്ങൾ ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഏതായാലും മറ്റന്നാൾ ജനവിധി തേടുന്നവരിലുണ്ട്. അതിൽ തന്നെ തേജസ്വി യാദവ് രാഘുപൂരിൽ നിന്നാണ് മത്സരിക്കുന്നത്. മഹാസഖ്യത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. സാമ്രാട്ട് ചൗധരി മത്സരിക്കുന്നത് താരാപൂരിൽ നിന്നാണ്. തേജ് പ്രതാപ് യാദവ്, അതായത് തേജസ്വിയുടെ സഹോദരൻ മത്സരിക്കുന്ന മഹുവയിൽ നിന്ന്. ഒപ്പം ഈ ക്രമസമാധാന പ്രശ്നമുണ്ടായ ദുലാർ ചന്ദ് യാദവ് എന്ന ജൻസുരാജ് പാർട്ടി നേതാവ് കൊല്ലപ്പെട്ട ആ ഒരു മണ്ഡലത്തിലും ജനവിധി മറ്റന്നാളാണ്. ഒപ്പം മൈഥിലി താക്കൂർ ഗായിക മത്സരിക്കുന്നു അലി നഗറിൽ നിന്ന്. വിജയ് കുമാർ സിൻഹ ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി ലഖിസറായിൽ നിന്നും മത്സരിക്കുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നത് ഈ മറ്റന്നാളാണ് എന്നത് ശ്രദ്ധേയമാണ്. പിന്നീട് 122 മണ്ഡലങ്ങളാണ് അടുത്ത രണ്ടാം ഘട്ടത്തിലുള്ള. ഏതായാലും ഇന്നും നമ്മൾ കണ്ടത് പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളുടെ പ്രചാരണമൊക്കെ തന്നെ ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഇടങ്ങളിലായിരുന്നു എന്നതാണ്. BJPയുടെയും മറ്റും NDAയുടെ മറ്റും നാളത്തെ പ്രചാരണത്തെക്കുറിച്ചുള്ള പട്ടിക വരേണ്ടതുണ്ട്. ഞാനിപ്പോൾ അല്പസമയം മുമ്പ് അവരുടെ വക്താക്കളുമായി സംസാരിച്ചതാണ്. അവർ ഇതുവരെ നാളത്തെ ഈ പ്രചാരണത്തെക്കുറിച്ചുള്ള ഒരു പട്ടിക ഷെഡ്യൂൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. അതുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഈ ഇരു പാർട്ടികളും കൂടുതൽ ശ്രദ്ധീകരിക്കുന്നത് സ്ത്രീ വോട്ടർമാരെയാണ് എന്നത് ശ്രദ്ധേയമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. SKN ഒന്നാമത്തേത് ഈ സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് മധ്യപ്രദേശ് ആവട്ടെ മഹാരാഷ്ട്ര ആവട്ടെ അവിടെയൊക്കെ സ്ത്രീകൾക്ക് ഗുണപ്പെടുന്ന ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചത് സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകൾ കൂട്ടത്തോടെ ഒരുമിച്ച് ഒരിടത്തേക്ക് എത്തുന്നതിന് കാരണമായിട്ടുണ്ട്. അത് ആ സംസ്ഥാനങ്ങളിലൊക്കെ പാർട്ടികളുടെ വിജയത്തിൽ നിർണായകമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ബീഹാറിലും അതേ പരീക്ഷണത്തിൽ തന്നെയാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നത്. SKN ശശി നായർ പറയുന്നു, ഡിയർ SKN, ഈ അധ്യാപകർ ഒരു മാസം മാറി ഇന്നാലും ഇല്ലെങ്കിലും SLC റിസൾട്ട് 99.98% പിന്നെ അധിക വേതനം ലഭിക്കുകയും ചെയ്യുമല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. എന്തായാലും നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷനിലേക്ക് 13 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. INTUC ജില്ലാ പ്രസിഡന്റ് AK ഹഫീസ് മേയർ സ്ഥാനാർത്ഥിയാണ്. ഭരണം ഉറപ്പെന്നാണ് AK ഹഫീസ് പറയുന്നത്. അതേസമയം ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് വിഭജനത്തെ ചൊല്ലി കോട്ടയത്ത് LDF UDF മുന്നണികൾക്കുള്ളിൽ നല്ല തർക്കം നടക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറക്കി. 15 പേരുടെ പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊല്ലം കോർപ്പറേഷനിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. 13 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കോർപ്പറേഷൻ മുൻ പ്രതിപക്ഷ നേതാവും INTUC ജില്ലാ പ്രസിഡന്റുമായ AK ഹഫീസാണ് മേയർ സ്ഥാനാർത്ഥി. വിജയം സുനിശ്ചിതമെന്നും 25 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിലെ അഴിമതി തുറന്നുകാട്ടി തെരഞ്ഞെടുപ്പിനെ നേടുമെന്നും AK ഹഫീസ് 24നോട് പറഞ്ഞു. പ്രാവശ്യം നല്ല പൂർണ്ണമായ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാരണം കഴിഞ്ഞ 30 വർഷക്കാലമായി കൊല്ലം നഗരത്തിലെ ജനങ്ങൾ, 25 വർഷക്കാലം കോർപ്പറേഷനും അതിനു മുമ്പ് 5 വർഷക്കാലം മുനിസിപ്പാലിറ്റിയും എന്ന നിലയിൽ കൊല്ലം നഗരത്തിലാണ് ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. തൊട്ട് നിലയിൽ എവിടെ തൊട്ടാലും നമുക്ക് കാണാൻ കഴിയുന്ന മുഴുവൻ അഴിമതി നിറഞ്ഞൊരു ഭരണ സംവിധാനം, അത് മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. 10 സീറ്റുകളിൽ RSPയാണ് മത്സരിക്കുന്നത്. അതേസമയം കോട്ടയത്ത് സീറ്റ് വിഭജനം മുന്നണികൾക്ക് കീറാമുട്ടിയെ തുടരുകയാണ്. ഒരു സീറ്റ് അധികമായി വന്നതോടെ ഈ സീറ്റിനെ ചൊല്ലിയാണ് ഇരു മുന്നണികളിലെയും തർക്കം. 24 കൊല്ലം. സംസ്ഥാനത്തെ പാൽ വില കൂടും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പാൽ വിലയിൽ വർധന ഉണ്ടാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ഇന്ന് സൂചിപ്പിച്ചു. മിൽമയുടെ ശുപാർശ പരിശോധിച്ചായിരിക്കും തീരുമാനം. നേരിയ വില വർധനയ്ക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് മിൽമ തിരുവനന്തപുരം മേഖലാ ചെയർപേഴ്സൺ മണി വിശ്വനാഥ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് പാൽവില വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ ധാരണയായതായി സൂചന. പാൽവില ഇപ്പോൾ വർദ്ധിപ്പിക്കാത്തത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. പാൽവില വർദ്ധിപ്പിക്കണമെന്ന ശുപാർശ മിൽമ സർക്കാരിനു നൽകിയാൽ അത് പരിശോധിക്കുമെന്നും മന്ത്രി. ക്ഷീരകർഷകരുടെ പാലെടുക്കുന്ന മിൽമയല്ലേ, അപ്പൊ അത് കൂട്ടുവാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് കൂട്ടിക്കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ശകലം കൂട്ടണം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കൂട്ടാൻ പാടില്ല. നേരിയ വില വർധനയ്ക്ക് ബോർഡിനോട് ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് മിൽമ തിരുവനന്തപുരം മേഖലാ ചെയർപേഴ്സൺ മണി വിശ്വനാഥ്. നേരിയ വില വർധന ശുപാർശ ചെയ്ത് ഫെഡറേഷനിൽ അറിയിച്ചിട്ടുണ്ട്. ഫെഡറേഷനും ഗവൺമെന്റും കൂടെ ആലോചിച്ചാണ് അടുത്ത പരിഗണനയിലേക്ക് വരുന്നത്. 2023 ഏപ്രിലിലാണ് അവസാനമായി പാൽവില വർദ്ധിപ്പിച്ചത്. അതിനുശേഷം വിവിധ ഘട്ടങ്ങളിൽ വിലവർധന ആവശ്യം ഉയർന്നിരുന്നെങ്കിലും ജനങ്ങൾക്കുമേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കേണ്ട എന്ന നിലപാടിനെ തുടർന്ന് വില കൂട്ടിയില്ല. സെപ്റ്റംബറിൽ ചേർന്ന ബോർഡ് യോഗത്തിലും വില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുയർന്നു. പാലും പാലുൽപ്പന്നങ്ങളും GSTയിൽ നിന്ന് ഒഴിവാക്കിയ പശ്ചാത്തലത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന നിലപാടിൽ പിന്മാറുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ നേരിയ നിരക്ക് വർധനയ്ക്കു മാത്രമാകും സർക്കാർ അംഗീകാരം നൽകുക. 24 തിരുവനന്തപുരം.
കോഴിക്കോട് കൊടുവള്ളി നഗരസഭ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിന് പിന്നാലെ പുതിയ നഗരസഭാ സെക്രട്ടറിയെ നിയമിച്ച് തദ്ദേശ വകുപ്പ് ഇന്ന് ഉത്തരവിറക്കി. കോഴിക്കോട് ജില്ലാ ഇന്റേണൽ വിജിലൻസ് ഓഫീസർ അനിൽകുമാർ നൊച്ചിയിലാണ് പുതിയ സെക്രട്ടറി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് സെക്രട്ടറിയെ മാറ്റിയിരിക്കുന്നത്. പുതുക്കിയ വോട്ടർ പട്ടികയിൽ 1000-ലധികം വോട്ടുകൾ നഷ്ടമായെന്ന പരാതിക്ക് പിന്നാലെ 10-ലധികം ദിവസമായി നഗരസഭാ സെക്രട്ടറി മനോജ് ഓഫീസിലെത്തിയിരുന്നില്ല. ക്രമക്കേടുകൾ ആരോപിച്ച് സെക്രട്ടറിക്കെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു. UDF നേതാക്കൾ നേരിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ സമീപിച്ചതിന് പിന്നാലെയാണ് സെക്രട്ടറിക്കെതിരായ നടപടി. കോഴിക്കോട് ജില്ലാ ഇന്റേണൽ വിജിലൻസ് ഓഫീസർ അനിൽകുമാർ നൊച്ചിയിലായിരിക്കും പുതിയ സെക്രട്ടറി. വോട്ട് മാറ്റിയതുമായി ബന്ധപ്പെട്ട രേഖകളോ നോട്ടീസോ നഗരസഭയിൽ ഇല്ല എന്ന നഗരസഭാ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കത്ത് വിവാദമായിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് തദ്ദേശ ഭരണ വകുപ്പിന്റെ ഉത്തരവ്. ഓൺലൈനിൽ പൂർണ്ണമായും വോട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. UDF ഭീഷണി മൂലമാണ് മനോജിന് ഓഫീസിലെത്താൻ കഴിയാതിരുന്നതെന്നാണ് CPIM നിലപാട്. കൊടുവള്ളിയിലേത് ഗുരുതരമായ പ്രശ്നമാണെന്ന് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കിയിരുന്നു. അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കണ്ടെത്തലുകൾ LSTD ജോയിന്റ് ഡയറക്ടർ ശരിവെക്കുകയും ചെയ്തതോടെയാണ് വിവാദങ്ങൾ ആളിക്കത്തിയത്. 24 കോഴിക്കോട്. ചന്ദ്രൻ ചിറയിനൊരു സംശയം. കൊല്ലം കോർപ്പറേഷനിലെ SKNFയും മധു ഇത്തവണ മത്സരിക്കുമെന്നാണ് ചോദിക്കുന്നത്. മധു, നിങ്ങൾക്ക് പ്രേക്ഷകർ ഓർമ്മയുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കൗണ്ടിംഗ് ഡേയിൽ നമ്മൾ ആരാണ് ഈ മധു എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം അവസാനം കൊല്ലത്ത് ഡെപ്യൂട്ടി മേയറായി. ആ മധു ഇപ്പോൾ മത്സരിക്കുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ കണ്ടിട്ട് കുറച്ച് കാലമായി. കൊല്ലത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനും പോയപ്പോൾ ആരാണ് ഈ മധു എന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് മധു എന്ന് പറഞ്ഞ് അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹത്തെ കണ്ടു നമ്മൾ. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് നെല്ല് സംഭരണം താളം തെറ്റുന്നതിനിടെ പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് സർക്കാരും മില്ലുടമകളും. മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം മന്ത്രിമാരാരും വിളിച്ചില്ലെന്നാണ് മില്ലുടമകൾ പറയുന്നത്. എന്നാൽ ഈ വാദം തള്ളിയ ഭക്ഷ്യമന്ത്രി ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചു. 50ഓളം മില്ലുടമകളിൽ സംസ്ഥാന സർക്കാരുമായി സഹകരിക്കുന്നത് 2 മില്ലുകൾ മാത്രം. നാമമാത്രമായ നെല്ല് സംഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രിമാരാരും ബന്ധപ്പെട്ടില്ലെന്നാണ് മില്ലുടമകളുടെ പരാതി. ഞങ്ങൾക്ക് തന്നത് തന്നെന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് തരാമെന്ന് പറഞ്ഞു. കുറച്ച് തന്നാലും കാര്യം നടക്കില്ല. ഈ 64 രൂപ കിട്ടിയാലും മില്ല് രക്ഷപ്പെടില്ല. എന്നാലും ഞങ്ങൾ തുടങ്ങാൻ തയ്യാറാണ്. ഇന്ന് വിളിച്ചു പറഞ്ഞ മന്ത്രിമാർ വിളിച്ചോന്ന് ചോദിച്ചു. ചോദ്യത്തിന് മറുപടി ഇന്നുവരും വിളിച്ചിട്ടില്ല. അതേസമയം കർഷകരെ സഹായിക്കാനുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ പൊളിക്കാമെന്ന ഗൂഢരാഷ്ട്രീയ ചിന്തയാണ് ചില മില്ലുടമകൾക്കെന്ന് മന്ത്രി GR അനിൽ കുറ്റപ്പെടുത്തി. ഇങ്ങനെ കർഷകനെ സഹായിച്ച് കർഷകനെ ബന്ധുവാക്കുന്ന പ്രവർത്തനങ്ങളെ എങ്ങനെ പൊളിക്കാം എന്ന ഗൂഢമായ രാഷ്ട്രീയ ചിന്തയാണ് ഇത്തരം മില്ലുടമകൾ ചിലർ നടത്തുന്നത് എന്ന് പറയേണ്ടി വരികയാണ്. നെല്ല് സംഭരണത്തിൽ കൂടുതൽ മില്ലുടമകൾ സർക്കാരുമായി സഹകരിക്കുന്നുണ്ടെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ വിശദീകരണം. നിലവിലെ പ്രശ്നങ്ങളിൽ സർക്കാർ പരമാവധി വിട്ടുവീഴ്ച ചെയ്തെന്നും എടുത്ത നെല്ലിന്റെ പണം അടുത്തയാഴ്ചയ്ക്കുള്ളിൽ കർഷകരുടെ കൈകളിലെത്തിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. 24 തിരുവനന്തപുരം. ശശി നായർ പറയുന്നത് കപ്പിലൊന്നും ഉണ്ടാവത്തില്ല, വെറുതെ പിടിച്ചാൽ മതി, കാശ് ഇങ്ങോട്ട് കിട്ടും. പരസ്യത്തിന് പിടിക്കുക. ഫ്ലവേഴ്സിൻ്റെ പരസ്യം കാണിച്ചാൽ ഫ്ലവേഴ്സ് തന്നെ കാശ് കൊടുക്കൂ. അതില്ല. എൻ്റെ ശശി നായർ എന്ത് നല്ല ചുക്ക് കോഫിയായിരുന്നു കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്കും തരാം. അതുപോലെ ഡാനിയൽ ജോൺ പറയുന്ന അടുത്ത SKൻ്റെ യാത്ര എന്നാ തുടങ്ങുക. നമ്മൾ ഒന്നാം ഘട്ടത്തിൽ SKN40 ഒന്നാം ഘട്ടത്തിൽ നമ്മൾ 30 ദിവസവും യാത്രയായിരുന്നു 14 ജില്ലകളിലൂടെ. എന്നാൽ രണ്ടാം ഘട്ടം നമ്മൾ വേറെ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകത്തിലുടനീളം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലുള്ള മലയാളികളെല്ലാം ഈ ജനസമൂഹം ഒരു കുടക്കീഴിൽ കയറുന്ന 24 കണക്റ്റിൻ്റെ പ്രതിഭാസം 10 ലക്ഷം മലയാളികൾ ഒന്നിക്കുന്നു. ബോധവൽക്കരണമായിരിക്കും മെയിൻ പരിപാടി. മാത്രമല്ല മൈതാനങ്ങൾ ശരിയാക്കി കൊടുക്കുക, സ്വിമ്മിങ്, അതായത് കുട്ടികൾക്ക് നീന്താനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ പല രീതിയിലുള്ള നിരന്തരം 78 താലൂക്കുകളിലും എല്ലാ ആഴ്ചകളിലും ബോധവൽക്കരണം നടക്കും. അവസാനത്തെ രാസലഹരിക്കാരനെയും നമ്മൾ പമ്പ കടത്തും. പമ്പ അല്ല, കേരളം കടത്തും. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കാസർഗോഡ് നീലേശ്വരത്ത് ബോംബെന്ന് സംശയിക്കുന്ന വസ്തു കണ്ടെത്തി. ഐസ്ക്രീം ബോളിൽ വെടിമരുന്ന് നിറച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം തുടങ്ങി. സമീർ സി മുഹമ്മദ് കാസർഗോഡ് നിന്നും ടെലിഫോണിൽ വരുന്നു. സമീർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ വിവരങ്ങൾ. SKN നീലേശ്വരം ചായോം നരിമാളത്താണ് ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് ബോംബെന്ന് തോന്നിക്കുന്ന വസ്തു കണ്ടെത്തിയത്. ഐസ്ക്രീം ബോളിലാണ് ഈ വെടിമരുന്ന് നിറച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സ്ഥലം ഉടമ കാട് വൃത്തിയാക്കുകയായിരുന്നു. അതിനിടയിലാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഈ വസ്തു കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി. ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡും എത്തിക്കൊണ്ട് അവിടെ പരിശോധന നടത്തി. ഇത് ആധുനിക രീതിയിൽ നിർമ്മിച്ച ബോംബല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇത് ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും പഠിച്ചതാവാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്.
പോലീസ് വിശദമായി പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും മറ്റൊന്നും തന്നെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇത് നിർവീര്യമാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതായത് അവിടെ പോലീസ് കണ്ടെത്തിയ ഉടനെ തന്നെ അവിടെ തറയിൽ എറിഞ്ഞിരുന്നു. അതുപോലെ അത് ഏതെങ്കിലും ഇതിലൊരു സ്ഫോടനത്തിന് സാധ്യതയുണ്ടോ എന്ന കാര്യവും പരിശോധിച്ചിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. ഏറെ കാലം മുമ്പ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പഠിച്ച ഒരു വസ്തുവിന്റെ ബാക്കി വസ്തുക്കളാണ് ഇപ്പോൾ കണ്ടെത്തിയത്. ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് നീലേശ്വരം പോലീസ് അറിയിക്കുന്നത്. വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. SKN. PM ശ്രീ വിവാദം ചർച്ചയാക്കി ഇന്ന് ചേർന്ന CPI സംസ്ഥാന കൗൺസിൽ ഭൂരിഭാഗം അംഗങ്ങളും നേതൃത്വത്തെ അഭിനന്ദിച്ചെങ്കിലും നേട്ടത്തിൽ അഹങ്കരിക്കേണ്ട എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. ചർച്ച കൂടാതെ ഒപ്പിട്ടതിൽ കഴിഞ്ഞ ദിവസം നടന്ന CPM സംസ്ഥാന കമ്മിറ്റി രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. വീഴ്ച സംഭവിച്ചെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മതിക്കുകയും ചെയ്തു. പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കാനുള്ള നടപടികൾ ഒരാഴ്ച കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു. 24 ബ്രേക്കിംഗ് ന്യൂസ്. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ചർച്ച കൂടാതെ ഒപ്പുവെച്ചതിൽ വീഴ്ച സംഭവിച്ചു എന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തുറന്നുപറച്ചിൽ യാദൃശ്ചികമായി സംഭവിച്ചതല്ല. CPIM സംസ്ഥാന സമിതിയിൽ നടന്ന വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടറിക്ക് വീഴ്ച സമ്മതിക്കേണ്ടി വന്നത്. മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതെങ്ങനെയെന്ന് നേതൃത്വം വിശദീകരിക്കണമെന്ന് സംസ്ഥാന സമിതിയിൽ ആവശ്യമുയർന്നു. പാർട്ടിയുടെ രാഷ്ട്രീയ നയത്തിൽ നിന്ന് വ്യതിചലിച്ച് പദ്ധതിയോട് യോജിച്ചതിനെയും സംസ്ഥാന സമിതി അംഗങ്ങൾ വിമർശിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ തിരിച്ചടിയുണ്ടാക്കുന്നതാണ് PM ശ്രീ വിവാദമെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വീഴ്ച സമ്മതിക്കുകയായിരുന്നു. ചർച്ച കൂടാതെ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് വീഴ്ചയാണെന്നായിരുന്നു MV ഗോവിന്ദന്റെ കുറ്റസമ്മതം. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ രാഷ്ട്രീയ നയം പാലിക്കുന്നതിന് പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. പണം നേടിയെടുത്തില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്തംഭനാവസ്ഥയിലാകുന്നതുകൊണ്ടാണ് ഒപ്പിടേണ്ടി വന്നതെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു. PM ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കുന്ന നടപടിക്രമം ഒരാഴ്ച കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ദോശ ചുടുന്നതുപോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. കത്തയക്കാൻ തീരുമാനിച്ചു. മന്ത്രിസഭാ സബ് കമ്മിറ്റി രൂപീകരിച്ചു. അത് പറഞ്ഞതുപോലെ ഇത്രയും വളരെ ഗൗരവമുള്ള വിഷയം പെട്ടെന്ന് ദോശ വിടുന്ന പോലെ പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ ഗൗരവത്തോടുകൂടി തന്നെ ഇച്ചിരി സമയമെടുത്തങ്ങ് ചർച്ച ചെയ്ത് നടപടിക്രമം പൂർത്തീകരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയിലെ നേട്ടത്തിൽ അഹങ്കരിക്കരുതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാഷ്ട്രീയ നിലപാട് ഉയർത്താനായത് നേട്ടമാണ്. അമിതമായി ആഹ്ലാദിക്കാനോ അഹങ്കരിക്കാനോ പോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും സംസ്ഥാന കൗൺസിലിലെ ചർച്ചയ്ക്ക് ബിനോയ് വിശ്വം മറുപടി നൽകി. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ഇപ്പോൾ ഒരു സങ്കടകരമായ വാർത്ത കൊട്ടാരക്കര ബ്യൂറോ അറിയിക്കുന്നു. 4ാം ക്ലാസ് വിദ്യാർത്ഥി കിണറ്റിൽ വീണ് മരിച്ചു എന്നാണ് വാർത്ത. കൊട്ടാരക്കര തേവലപ്പുറം കരുവായത്താണ് ഈ സംഭവം നടന്നത്. ലിജി ലക്ഷ്മിരാജ് ദമ്പതികളുടെ മകൻ നിരഞ്ജനാണ് മരിച്ചത്. 11 വയസ്സുള്ള കുട്ടിയായിരുന്നു. കൂട്ടുകാർക്കൊപ്പം ക്ഷേത്രത്തിൽ പോയി മടങ്ങുമ്പോൾ റബ്ബർ തോട്ടത്തിലെ ഉപയോഗശൂന്യമായി കിടന്ന കിണറ്റിൽ വീണാണ് മരണം സംഭവിച്ചത്. മൃതദേഹം ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വളരെ സങ്കടകരമായ വാർത്തയാണ്, ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ്. ഇങ്ങനെയുള്ള റബ്ബർ തോട്ടത്തിലൊക്കെ കിണറുകളൊക്കെ മൂടാതെ ഇട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദുരന്ത ഫലമാണ് ഇപ്പോൾ കൊട്ടാരക്കര തേവലപ്പുറത്ത് സംഭവിച്ചിരിക്കുന്നത്. എന്താ ചെയ്യുക? PM ശ്രീ പദ്ധതി വിവാദത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ എന്ത് സർക്കാർ എന്ന പരാമർശത്തിനെതിരെ മുതിർന്ന CPM നേതാവ് AK ബാലൻ ഇന്ന് രംഗത്ത് വന്നു. സർക്കാരിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതാണ് പരാമർശമെന്ന് AK ബാലൻ 24നോട് തുറന്നു പറഞ്ഞു. CPIയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചില പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളത് അവർ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഒരു മന്ത്രി GR അനിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ അടുത്തിരുന്നിട്ടാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നത്, ഇത് എന്ത് ഗവൺമെൻറ് കൂട്ടുത്തരവാദിത്വമുണ്ടോ? അത് വരുമ്പോൾ ഭരണഘടനാപരമായി ആ ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതാണ്. എന്തായാലും AK ബാലൻ പറഞ്ഞതിന് മറുകുറിപ്പൊന്നും ആരും ഇട്ടതായിട്ട് കണ്ടില്ല. സർവശിക്ഷ അഭിയാൻ പദ്ധതി പ്രകാരം കേരളത്തിന് അർഹമായ തുക നൽകുമെന്ന് കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യം ചർച്ച ചെയ്തുവെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. അർഹതപ്പെട്ട പണം പോലും കേന്ദ്രം തടയുന്നുവെന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ ഇങ്ങനെ മറുപടി നൽകിയത്. സ്പെഷ്യൽ ടീച്ചേഴ്സ് നിയമന കേസിലാണ് സർവശിക്ഷ അഭിയാൻ ഫണ്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയത്. കേസ് പരിഗണിച്ച ഘട്ടത്തിൽ അർഹതപ്പെട്ട പണം പോലും കേന്ദ്രം തടയുന്നുവെന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചു. സർവശിക്ഷ അഭിയാൻ പ്രകാരം കേരളത്തിന് അർഹമായ തുക എത്രയാണോ അത് നൽകുമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ മറുപടി നൽകി.
തടഞ്ഞുവെച്ച ഫണ്ട് നൽകുമെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചു. ഇതിനായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെന്നും ASG കോടതിയിൽ പറഞ്ഞു. കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതുകൊണ്ടാണ് PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ നിർബന്ധിതരായതെന്നായിരുന്നു സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നൽകിയ വിശദീകരണം. SSK ഫണ്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ മാസം 10-ന് ഡൽഹിയിലെത്തി ചർച്ചകൾ നടത്തുമെന്നും ശിവൻകുട്ടി നേരത്തെ അറിയിച്ചിരുന്നു. ഈ സംഭവവികാസങ്ങൾക്ക് പിന്നാലെയാണ് കേരളത്തിന് തുക നൽകുമെന്ന കേന്ദ്രത്തിന്റെ മറുപടി. 24 ഡൽഹി. തന്റെ ആത്മകഥയിലെ വിമർശനങ്ങളിൽ മറുപടിയുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ രംഗത്ത് വന്നു. പുസ്തകം വായിച്ചിരുന്നെങ്കിൽ എല്ലാറ്റിനും വ്യക്തത വരുമായിരുന്നെന്ന് EP ജയരാജൻ പറഞ്ഞു. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആത്മകഥയിലെ വിമർശനത്തിൽ പ്രതികരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. പുസ്തകം വായിച്ചിരുന്നെങ്കിൽ എല്ലാത്തിനും വ്യക്തത വരുമായിരുന്നുവെന്നാണ് വിമർശനങ്ങളോട് EP ജയരാജന്റെ പ്രതികരണം. വായിച്ചിട്ടും സംശയമുണ്ടെങ്കിൽ കണ്ണൂരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമെന്നും അവിടെ മറുപടി പറയുമെന്നും EP ജയരാജൻ പറഞ്ഞു. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കിനിയും അതിൽ പറഞ്ഞ കാര്യം മനസ്സിലാക്കാനുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് തന്നെ കണ്ണൂരിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അതേസമയം വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആത്മകഥയിലെ EP ജയരാജന്റെ വിമർശനത്തിൽ പ്രതികരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചു പറയും. മകനെ BJP സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള EP ജയരാജന്റെ ആത്മകഥയിലെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി. ആ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കള്ളന്റെ ആത്മകഥ എന്നായിരുന്നു. കണ്ണൂർ ബ്യൂറോക്കൊപ്പം 24 തൃശൂർ. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ സീറോ മലബാർ സഭ നേതൃത്വം കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കളും കൂടിക്കാഴ്ചയിലുണ്ടായിരുന്നു. സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ചയെന്നും രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. സിറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ഫരീദാബാദ് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കൂടിക്കാഴ്ച. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കളും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കൂടിക്കാഴ്ച സൗഹാർദ്ദപരമെന്നും അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾ രാഷ്ട്രീയ പ്രിസം കൂടെ നോക്കരുത്. എല്ലാം അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. എല്ലാം പൊളിറ്റിക്കല്ല, ഇതെല്ലാം പബ്ലിക് സർവീസാണ്. ജനങ്ങളെ സേവിക്കുന്ന ഒരു രീതി ഞങ്ങളുടെ പാർട്ടി ഒരു വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്. അതിനുവേണ്ടി ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നു. ലിയോ 14 മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ട് സഭാ നേതൃത്വം പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി. ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു സന്ദർശനം. അതേസമയം കേന്ദ്രം ഒരു വശത്ത് ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുന്നുവെന്നും മറുവശത്ത് അവരെ പീഡിപ്പിക്കുന്നുവെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP ആരോപിച്ചു. 24 ഡൽഹി. കോട്ടയം മണിമലയിൽ വീട്ടമ്മയുടെയും മകളുടെയും മുഖത്ത് കീടനാശിനി സ്പ്രേ ചെയ്തെന്ന പരാതി. മണിമല കരിക്കാട്ടൂർ സ്വദേശികളായ സിന്ധുവിനും മകൾക്കും നേരെയാണ് ഈ ആക്രമണം നടന്നത്. അതിർത്തി തർക്കത്തെ തുടർന്ന് അയൽവാസികളാണ് ആക്രമിച്ചതെന്നാണ് പരാതി. അതിന് നമുക്ക് ആ പ്രതികരണം ഒന്ന് കാണാം. ഞാൻ പണിയും കളഞ്ഞ് വരുമ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു, ഈ മേളത്തുകാർ ഇതുപോലെ തെരിയൊക്കെ വിളിച്ചു കല്ല് പുറത്തടിച്ചിട്ടുണ്ട്. ഞാൻ കുളമ്പ് തേച്ചിട്ടേച്ച് നമ്മൾ രാവിലെ മണിമല സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ വെളുപ്പിനെ ഒരു 6-6:30 ആകുമ്പോൾ ഈ മേളത്തവർക്കാർ വന്ന് ഞങ്ങളുടെ കിണത്ത് ഭാഗത്തോട്ട് വന്നായിരുന്നു. വന്നപ്പോൾ എൻ്റെ ഇളയ കൊച്ച് ആദ്യം എണീച്ച് ബാത്റൂമിലോട്ട് പോകുന്ന സമയത്ത് മേളത്തെ ആൻറ്റി നമ്മുടെ മുറ്റത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാണ് എൻ്റെ ഭാര്യ എണീച്ച് ചോദിക്കുന്ന സമയത്ത് അവൾ പെട്ടെന്ന് പാട്ടയുടെ സ്പ്രേ എടുത്ത് ഇവരുടെ മുഖത്തിലോട്ട് അടിച്ചു വിട്ടു. ഛർദ്ദിച്ചായിരുന്നു. വായിക്കകത്ത് മൊത്തം പതയായിപ്പോയി. അപ്പോൾ പേടിച്ചിട്ട് ഒരു ഓട്ടോ വന്നപ്പോൾ ആ ഓട്ടോയ്ക്കകത്ത് കയറ്റിക്കൊണ്ട് മണിമല സെൻറ് ജോർജ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. ഫസ്റ്റ് എയ്ഡ് അവിടെ നടത്തി. അപ്പോൾ അന്നേരം ഡോക്ടർ പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, നിങ്ങൾ പെട്ടെന്ന് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞു. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ മറ്റു വിവരങ്ങളുമായി ചേരുകയാണ്. ടോബി, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു അയൽവക്ക തർക്കമാണ്, അല്ലെങ്കിൽ ഒരു അതിർത്തി തർക്കമാണ്. ഈ തമിഴ്നാട് സ്വദേശിയാണ് ഈ പാണ്ഡ്യരാജ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം കേരളത്തിലെത്തി വിവാഹം കഴിച്ച് ജീവിക്കുകയാണ്. 2 മക്കളുമുണ്ട്. സിന്ധു എന്നാണ് ഭാര്യയുടെ പേര്. ഇവർക്ക് സമീപത്ത് താമസിക്കുന്ന അയൽവാസികളായിട്ടുള്ള ആളുകളുമായി അതിർത്തിയെ ചൊല്ലി വലിയ തർക്കം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനൊടുവിലാണ് കഴിഞ്ഞ 31-ാം തീയതി ഒരു തർക്കമുണ്ടാവുകയും അതേ തുടർന്ന് അയൽവാസികളായിട്ടുള്ള ചില ആളുകൾ ഇവരുമായി തർക്കമുണ്ടാവുകയും തുടർന്ന് അയൽവക്കത്തെ ഒരു സ്ത്രീ ഇവരുടെ ഭാര്യയുടെയും മകളുടെയും നേരെ ഈ കീടനാശിനി
ഹിറ്റാണ്, അത് ഹിറ്റ് എന്ന് പറയുന്ന സാധനമാണ്, അത് ഇവരുടെ മുഖത്തേക്ക് അടിക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ഈ സിന്ധു എന്ന് പറയുന്ന ഭാര്യയെ അതുപോലെ തന്നെ മകളെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മകൾക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, എന്നാൽ സിന്ധുവിന് അത് വലിയ ബുദ്ധിമുട്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കി. ഉടനെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഈ സംഭവത്തിൽ പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. ആദ്യമേ പോലീസ് ഈ സംഭവത്തിൽ കേസെടുക്കാൻ തയ്യാറായിരുന്നില്ലെങ്കിലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു FIR ഈ പാണ്ഡ്യരാജയുടെ പേരിൽ നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മണിമല പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ കുടുംബ തർക്കമാണ്, അല്ലെങ്കിൽ അയൽപക്ക തർക്കമാണ്. അതുകൊണ്ട് തന്നെ ഈ അയൽപക്കക്കാരായിട്ടുള്ളവർ ഈ പാണ്ഡ്യരാജയ്ക്കെതിരെയും ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതിലും പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഇവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന്റെ അടക്കം മെമ്പറുടെ അടക്കം ഇടപെടൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തർക്കം ഒരു വശത്ത് നിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല എന്നാണ് നമുക്കും പറയാനുള്ളത്. SKN. ഓക്കെ, ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്ത് വിദ്യാർത്ഥികളെ കൊണ്ട് കാൽ തിരുമിപ്പിച്ച അധ്യാപിക. ബന്ധപ്പള്ളി ട്രൈബൽ ഗേൾസ് ആശ്രം സ്കൂളിലാണ് ഈ സംഭവം നടന്നത്. സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നു. കാൽ വഴുതി വീഴാൻ പോയെന്നും ഈ സമയം വിദ്യാർത്ഥികൾ സഹായിക്കുകയായിരുന്നു എന്നുമാണ് അധ്യാപിക പിന്നീട് വിശദീകരിച്ചത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസ്. ആദ്യം നമുക്ക് ആ ദൃശ്യം ഒന്ന് കാണാം, കാൽ കഴുകുന്നത്. കാൽ തിരുമി കൊടുക്കാവോ? കഴുകുന്നതല്ല, കാൽ തിരുമുകയാണ്. കുട്ടികളായതുകൊണ്ട് നമ്മൾ ആ ദൃശ്യം ഒന്ന് മറച്ചാണ് കാണിക്കുന്നത്. എന്തായാലും അവർ വളരെ ആശ്വാസത്തോടെ ഇരിക്കുകയാണ് അധ്യാപിക. ഇവരുടെയും പേര് അധ്യാപിക എന്നാണ്. ഡൽഹിയിൽ നിന്നും വിനിത വിജയ് വിശദാംശങ്ങളുമായി ചേരുന്നു. വിനിത, പറയൂ. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് ശ്രീകാകുളത്തെ ബന്ധപ്പള്ളി ട്രൈബൽ ഗേൾസ് ആശ്രം സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആ അധ്യാപിക ഇങ്ങനെ കസേരയിൽ ഇരിക്കുകയാണ്. അവർ കസേരയിൽ ചാരിയിരുന്നവർ മൊബൈൽ ഫോണിൽ ആരോടോ സംസാരിക്കുകയാണ്. ഇതിനിടയിൽ ആ മേശയുടെ താഴെയായി ചുവട്ടിലായിട്ടാണ് നിലത്ത് 2 കുട്ടികളിരുന്ന് ആ അധ്യാപികയുടെ കാൽ തിരുമി കൊടുക്കുന്നത്. ഏറെ നേരം ആ കുട്ടികളിരുന്ന് കാൽ തിരുമി കൊടുക്കുന്നുണ്ട്. ആ കാൽ തിരുമുന്നതിനായി അധ്യാപിക ആ കുട്ടികൾക്ക് നേരെ കാൽ നീട്ടി വച്ചിരിക്കുകയാണ്. കുട്ടികൾ 2 കുട്ടികളാണുള്ളത്. ആ 2 കുട്ടികളും സ്കൂൾ യൂണിഫോമിലാണുള്ളത്. സ്കൂൾ സമയത്താണ് ഈ അധ്യാപിക ക്ലാസ്സിലേക്ക് എത്തുകയും കുട്ടികളെ കൊണ്ട് ഇത്തരത്തിലേക്ക് കാൽ തിരുമിപ്പിക്കുകയും ചെയ്യുന്നത്. അത് ക്ലാസ് സമയമാണ്. കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട സമയമാണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകേണ്ട അധ്യാപിക ആ ക്ലാസ്സിലെത്തി മൊബൈൽ ഫോണിൽ സംസാരിക്കുകയും ഒപ്പം കുട്ടികളെ കൊണ്ട് തന്റെ കാൽ തിരുമിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ദൃശ്യങ്ങൾ ഏതാണെങ്കിലും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അധ്യാപികയുടെ പേര് സുജാത എന്നാണ്. ഇവരോട് വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അവർ പറയുന്നത് താൻ കുട്ടികളെ കൊണ്ട് കാൽ തിരുമിപ്പിച്ചതല്ല, താൻ വഴുതി വീഴാൻ പോയപ്പോൾ കുട്ടികൾ തന്നെ സഹായിക്കുകയായിരുന്നു എന്നാണ് ഈ അധ്യാപിക വിശദീകരണമായി നൽകിയിരിക്കുന്നത്. ഏതാണെങ്കിലും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ അടച്ചുപൂട്ടലിലേക്ക് അമേരിക്ക. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണ കാലയളവിലുണ്ടായി 35 ദിവസം നീണ്ടുപോയ അടച്ചുപൂട്ടൽ റെക്കോർഡ് നാളെ മറികടക്കും. സെനറ്റ് നിയമത്തിൽ ഭേദഗതി വരുത്തി ഷട്ട് ഡൗൺ ഒഴിവാക്കാൻ കഴിയുമെന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ്. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഡൊണാൾഡ് ട്രംപിന് ഈ സെനറ്റിന്റെ ഈ കീറാമുട്ടി മറികടക്കാൻ ഈ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാൻ കഴിയുമോ? SKN അത് അത്ര എളുപ്പമല്ല. ഏതാണ്ട് 60 വോട്ടുകൾ, അതായത് സൂപ്പർ മെജോറിറ്റി വേണം. ഈ ഫിലിബസ്റ്റർ എന്ന് പറഞ്ഞ ഈ ടേം ഇല്ലാതാക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. ട്രംപ് പറയുന്നത് ഇങ്ങനെ ഇത് നടന്നില്ലെങ്കിൽ അത് ഇടക്കാല തെരഞ്ഞെടുപ്പിനെയും ഒരുപക്ഷെ അടുത്ത പ്രാവശ്യത്തെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ്. ഇപ്പോൾ 35 ദിവസമാണ് ഗവൺമെന്റ് ഷട്ട് ഡൗൺ പിന്നിടുന്നത്. ഇത് റെക്കോർഡാണ് US സംബന്ധിച്ച്. തന്നെ മാത്രമല്ല ഇന്ന് 13 തവണ പരാജയപ്പെട്ട ബില്ല് വീണ്ടും 14ാമത്തെ തവണ സെനറ്റിന്റെ മുമ്പിൽ വീണ്ടും വരുന്നുണ്ട്. പക്ഷേ ചില സൂചനകൾ വരുന്നത് ചില ഡെമോക്രാറ്റിക് പാർട്ടിയിലെ അംഗങ്ങൾ പുതിയ ചില ധാരണകളായിട്ടുണ്ട്. പക്ഷേ കുറെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ അംഗങ്ങൾ ഈ ധാരണയിൽ വീണു പോകരുതെന്ന് പറയുന്നു. പിന്നീട് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ പറ്റത്തില്ല. SKN ഏതാണ്ട് $1 മില്യൺ ഗവൺമെന്റ് ജോലിക്കാർക്ക് ശമ്പളമില്ലാതെ വീട്ടിലിരിക്കുകയാണ്. അത് മാത്രമല്ല ഫുഡ് പ്രോഗ്രാമിനെയൊക്കെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ അവർക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിക്കുന്നതുമായിട്ടുള്ള പ്രോഗ്രാംസുകളുണ്ട്. അതിന് ഇപ്പോൾ ട്രംപിന് ലഭിച്ച ഈ താരിഫ് മണിയിലെ പണം ഉപയോഗിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. SK, നാളെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം വോട്ടുകളെ കുറിച്ചുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ AICC ആസ്ഥാനത്ത് നമ്മൾ അന്വേഷണം നടത്തിയപ്പോൾ അതിൻ്റെ തീയതിയോ സമയമോ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് AICC വക്താക്കൾ പറയുന്നത്. കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം. ഇനി ന്യൂസ് എക്സ്പ്രസ്. ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഉൾപ്പെടുത്തി ന്യൂസ് എക്സ്പ്രസ് ആരംഭിക്കുന്നു.
ഭരണ പ്രതിപക്ഷ എതിർപ്പുകൾക്കിടെ കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങി. അപേക്ഷാ ഫോമുകൾ വീടുകളിൽ നേരിട്ടെത്തി കൈമാറി BLOമാർ. നടൻ മധുവിന് എനുമറേഷൻ ഫോം കൈമാറി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ. ഈ വോട്ടർ പട്ടികയെക്കുറിച്ച് വളരെ പരാതിയിലുള്ള ഈ സമയത്ത് ഈ പുതിയ ഫോമിൽ എല്ലാവരും ഒപ്പിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ശുദ്ധീകരണമായിരിക്കും. ആ ക്രിയയിൽ ഒട്ടുള്ള എല്ലാവരും പങ്കെടുക്കേണ്ടത് ഒരു ആവശ്യമാണ്, ചെയ്യേണ്ടതൊരു കടമയാണ്. സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ. SIR-നെതിരെ ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. SIR പരിഷ്കരണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച അധ്യാപകർ. ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് കൂടുതലും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന്. സ്കൂളുകളുടെ പ്രവർത്തനം താളം തെറ്റുമെന്ന് അധ്യാപക സംഘടനകൾ. രണ്ടാം പാദവാർഷിക പരീക്ഷ നടക്കുന്നതിന് മുമ്പ് പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു തീർക്കേണ്ട സമയത്താണ് ഈ ഡ്യൂട്ടിക്ക് വേണ്ടി ആളെ വെക്കുന്നത്. ഒരു മാസം വിദ്യാലയത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ഓരോ ക്ലാസ്സിലെയും കുട്ടികൾക്ക് പകരം അധ്യാപകരെ നിയമിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. 30,000-ഓളം വരുന്ന BLOമാരിൽ 70% അധ്യാപകർ. കേരളത്തിലുള്ള സർവശിക്ഷ അഭിയാൻ ഫണ്ട് ഉടൻ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. നിലപാട് അറിയിച്ചത് സുപ്രീം കോടതിയിൽ. അർഹമായ ഫണ്ട് തടഞ്ഞുവെക്കുകയാണെന്ന് കേരളം കോടതിയിൽ. PM ശ്രീ വിഷയത്തിൽ CPI നേതൃത്വത്തെ അഭിനന്ദിച്ച സംസ്ഥാന കൗൺസിൽ. മന്ത്രിസഭയിലും മുന്നണിയിലും ചർച്ച ചെയ്യാതെ ധാരണാപത്രം ഒപ്പിട്ടതിൽ CPIM സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായത് രൂക്ഷ വിമർശനം. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചു. 6 പേർ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ. നിരവധി പേർക്ക് പരിക്കേറ്റു. അപകടം മെമു ചരക്ക് ട്രെയിനിലേക്ക് ഇടിച്ചു കയറിയിട്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തെ പാൽ വില കൂടും. പ്രഖ്യാപനം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം. വില കൂട്ടുന്നത് ക്ഷീര കർഷകരെ സഹായിക്കാനെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഇപ്പോൾ പക്ഷേ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ 2 ദിവസമൊക്കെ ഉള്ളപ്പോൾ നമുക്കിപ്പോൾ കയറി പാൽ വില വർദ്ധിപ്പിക്കുവാൻ പറ്റില്ല. അവരാലോചിച്ച് ഗവൺമെൻറ്റിലും കൂടെ സമർപ്പിച്ചാൽ ഞങ്ങളുടെ കൂടി സമ്മതത്തോടു കൂടി അവരത് കൊണ്ടുവരും. അവരങ്ങനെ നിൽക്കുകയാണ് 3 മേഖലയും. നേരിയ വിലവർധനയ്ക്കാണ് ശുപാർശയെന്ന് മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർപേഴ്സൺ. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി സീറോ മലബാർ സഭാ നേതൃത്വം. മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകി. ന്യൂനപക്ഷ അവകാശങ്ങൾ സംബന്ധിച്ചും ചർച്ച നടന്നെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മൈനോറിറ്റി റൈറ്റ്സിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ, പിന്നെ അവർക്ക് വേണ്ടി എന്താണ് സർക്കാരിൽ നിന്ന് സഹായം എന്ന് ഒരു ജനറലായിട്ടൊരു ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആർക്കാണെങ്കിലും എന്ത് സഹായം ചോദിച്ചാൽ ഞങ്ങൾ അതിന് മനസ്സിലാക്കാനും അതിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ്. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് I am at your service. കൂടിക്കാഴ്ച മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ. സംസ്ഥാന BJP നേതാക്കളും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കേരള എക്സ്പ്രസിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടി തള്ളിയിട്ട കേസിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. പ്രതി സുരേഷ് പെൺകുട്ടിയെ ആക്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മുഖവലി ചോദ്യം ചെയ്ത് പ്രകോപനമായി. പെൺകുട്ടിയുടെ ആരോഗ്യനില വളരെ ഗുരുതരമായി തുടരുകയാണ് ഇപ്പോഴും. തൃശൂരിൽ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനെ പിടികൂടാൻ കഴിയാതെ പോലീസ്. പ്രതിക്ക് തമിഴ്നാട് പോലീസിന്റെ സഹായം കിട്ടിയോ എന്ന് സംശയം. ഭക്ഷണം കഴിക്കാനായി മാറ്റിയ കൈവിലങ്ങ് തിരികെ അണിയിക്കാത്തതിൽ ദുരൂഹത. ബാലമുരുകന്റെ പുതിയ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു. ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. മറ്റന്നാൾ വിധി എഴുതുന്നത് 121 മണ്ഡലങ്ങൾ. മത്സരരംഗത്തുള്ളത് തേജസ്വി യാദവും സാമ്രാട് ചൗധരി ഉൾപ്പെടെ പ്രമുഖർ. വോട്ടെടുപ്പ് ഈ മാസം 11-ന്, വോട്ടെണ്ണൽ 14-ാം തീയതി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങി മുന്നണികൾ. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള 15 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ച് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ നേമം വാർഡിൽ മത്സരിക്കും. കൊല്ലം കോർപ്പറേഷനിൽ AK ഹഫീസ് UDFന്റെ മേയർ സ്ഥാനാർത്ഥി. പ്രാവശ്യം നല്ല പൂർണ്ണമായ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാരണം കഴിഞ്ഞ 30 വർഷക്കാലമായി കൊല്ലം നഗരത്തിലെ ജനങ്ങൾ, 25 വർഷക്കാലം കോർപ്പറേഷനും അതിനു മുമ്പ് 5 വർഷക്കാലം മുനിസിപ്പാലിറ്റി എന്ന നിലയിൽ കൊല്ലം നഗരത്തിലാണ് ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. തൊട്ട് നിലയിൽ എവിടെ തൊട്ടാലും നമുക്ക് കാണാൻ കഴിയുന്ന മുഴുവൻ അഴിമതി നിറഞ്ഞൊരു ഭരണ സംവിധാനം, അത് മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ.
കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് വിഭജനത്തിൽ LDF-ലും UDF-ലും ഭിന്നത. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട്ട് കൊടുവള്ളി നഗരസഭാ സെക്രട്ടറിയെ മാറ്റി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ ബാലതാരങ്ങളെ അവഗണിച്ചെന്ന് പരാതി ഉയരുന്നു. ജൂറിയുടെ നിലപാട് പ്രതീക്ഷാർഹമെന്ന് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമയുടെ സംവിധായകൻ. ഒരു ബെസ്റ്റ് ആക്ടർ അല്ലെങ്കിൽ ബെസ്റ്റ് ഫിലിം എല്ലാം അത്ര വർത്തിയല്ല സിനിമകളാണെങ്കിൽ കൂട്ടത്തിൽ മെച്ചപ്പെട്ട ഒന്നിന് അവാർഡ് കൊടുക്കില്ലേ? ഈ കാറ്റഗറി തന്നെ കണ്ടെന്ന് വെക്കില്ലല്ലോ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ കാറ്റഗറിയോട് തന്നെ അവഗണന ഉണ്ടാവുന്നുണ്ട്. വിമർശനവുമായി ബാലതാരം ദേവനന്ദയും അവാർഡിന് അർഹമായ സിനിമകളില്ലെന്നാണ് ജൂറി അറിയിച്ചതെന്ന് മന്ത്രി സജി ചെറിയാൻ. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഇന്ന് വമ്പൻ പോരാട്ടങ്ങൾ. റയൽ മാഡ്രിഡ് ലിവർപൂളിനെയും PSG ബയൺ മ്യൂണിക്കിനെയും നേരിടും. ആഴ്സണൽ, ചെൽസി ടീമുകളും ഇന്ന് കളത്തിലിറങ്ങും. രഞ്ജി ട്രോഫിയിൽ കർണാടകയ്ക്കെതിരെ കേരളത്തിന് കനത്ത തോൽവി. വിമാന ടിക്കറ്റ് റീഫണ്ട് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ DGCA. ബുക്ക് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് റദ്ദാക്കിയാൽ മുഴുവൻ പണവും തിരികെ ലഭിക്കും. റീഫണ്ട് പ്രക്രിയ 20 ദിവസത്തിനകം പൂർത്തിയാക്കണം. ചട്ടത്തിന്റെ കരട് തയ്യാറാക്കി DGCA. നെല്ല് സംഭരണം വൈകാൻ കാരണം സംസ്ഥാന സർക്കാർ എന്ന മില്ലുടമകൾ. മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം മന്ത്രിമാർ ആരും വിളിച്ചില്ലെന്ന് കുറ്റപ്പെടുത്തൽ. ഞങ്ങൾക്ക് തന്നത് തന്നെന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് തരാമെന്ന് പറഞ്ഞു. കുറച്ച് തന്നാലും കാര്യം നടക്കില്ല. ഈ 64 രൂപ കിട്ടിയാലും മില്ല് രക്ഷപ്പെടില്ല. എന്നാലും ഞങ്ങൾ തുടങ്ങാൻ തയ്യാറാണ്. ഇന്ന് വിളിച്ചു പറഞ്ഞാൽ മന്ത്രിമാർ വിളിച്ചോന്ന് ചോദിച്ചതിന് മറുപടി ഇന്നുവരെയും വിളിച്ചിട്ടില്ല. ജൂൺ മാസം മുതൽ സപ്ലൈകോയെ ബന്ധപ്പെട്ടെങ്കിലും സർക്കാർ മറുപടി നൽകിയില്ലെന്നും മില്ലുടമകൾ. മില്ലുടമകളെ തള്ളി മന്ത്രി GR അനിൽ. മില്ലുടമകളുമായി സംസാരിച്ചെന്ന് അദ്ദേഹത്തിന്റെ വാദം. എടുത്ത നെല്ലിൻ്റെ പൈസ PRS വായ്പ തയ്യാറാക്കാൻ അടുത്ത തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് കൃഷിക്കാരൻ്റെ കയ്യിൽ പണം എത്തുന്ന ഒരു സാഹചര്യം ഗവൺമെൻറ് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ കർഷകനെ സഹായിച്ച് കർഷകനെ ബന്ധുവാക്കുന്ന പ്രവർത്തനങ്ങളെ എങ്ങനെ പൊളിക്കാം എന്ന ഗൂഢമായ രാഷ്ട്രീയ ചിന്തയാണ് ഇത്തരം മില്ലുടമകൾ ചിലർ നടത്തുന്നത് എന്ന് പറയേണ്ടി വരികയാണ്. ഇനിയും ചർച്ചയ്ക്ക് തയ്യാറെന്ന് മന്ത്രി GR അനിൽ. കണ്ണൂർ കുറുമാത്തൂരിൽ 3 മാസം പ്രായമായ കുഞ്ഞ് കിണറ്റിൽ വിട് മരിച്ചത് കൊലപാതകമെന്ന് പോലീസ്. ചോദ്യം ചെയ്യലിൽ അമ്മ കുറ്റം സമ്മതിച്ചു. കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞെന്ന അമ്മ ആദ്യ മൊഴി കയ്യിൽ നിന്ന് കുഞ്ഞ് വഴുതി വീണ് എന്നായിരുന്നു. മലപ്പുറം മഞ്ചേരിയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച രണ്ടാനച്ഛനും കൂട്ടുന്ന അമ്മയ്ക്കും 180 കൊല്ലം കഠിന തടവ് വിധിച്ച് അതിവേഗ കോടതി. ശിക്ഷിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ യുവതിയെയും പാലക്കാട് സ്വദേശിയായ യുവാവിനെയും. കോയമ്പത്തൂരിൽ കോളേജ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 3 പേർ പിടിയിലായി. പ്രതികളെ കീഴ്പ്പെടുത്തിയത് ഏറ്റുമുട്ടലിലൂടെ. തിരുവല്ലയിൽ യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം തീ കൊളുത്തി കൊന്ന കേസിൽ പ്രതി കുറ്റക്കാരൻ. തിരുവല്ല സ്വദേശി അജിൻ റജി മാത്യു കുറ്റക്കാരനെന്ന് പത്തനംതിട്ട ജില്ലാ കോടതി വിധിച്ചു. അയിരൂർ സ്വദേശിനി കവിതയെ കൊലപ്പെടുത്തിയത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. പാലക്കാട് സഞ്ജിത്ത് വധക്കേസിൽ വിചാരണ തുടരാമെന്ന് സുപ്രീം കോടതി. പരാതിയുമായി എത്തുന്ന അതിജീവിതമാർക്ക് സുരക്ഷിത്വ ബോധം നൽകി പോലീസ് ചേർത്ത് നിർത്തണമെന്ന് DGP റവാദ ചന്ദ്രശേഖർ. സുരക്ഷ എന്നത് പോലീസിന്റെ സംസ്കാരമായി മാറണം. Mainly the police stations, to be aware of this particular thing, that listening, supporting and standing by the victim who is coming forward to the police station. This is the utmost important aspect. We should bring a smile to her face. I hope that will happen, and that will happen every time any person comes to the police station. Is she or he പരാതിക്കാരുടെ ഡിജിറ്റൽ ഡിഗ്നിറ്റി സംരക്ഷിക്കണമെന്നും പോലീസ് മേധാവി. കൊല്ലം എഴുകോണിൽ ഹെൽമറ്റ് ധരിക്കാത്ത യുവാവിനെ പോലീസ് തല്ലി. 10 മില്ലി മദ്യം കൈവശം വെച്ചതിന് യുവാവിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കോടതിയുടെ രൂക്ഷ വിമർശനം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്താണ് ഇത്തരമൊരു അറസ്റ്റെന്ന് മഞ്ചേരി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ്. കോടതിയുടെ വിമർശനം വളാഞ്ചേരി SIക്കെതിരെ. തിരൂർ സ്വദേശിയായ ധനേഷിന് ജയിലിൽ കിടക്കേണ്ടി വന്നത് ഒരാഴ്ചയാണ്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ ലഹരിവേട്ട.
6 കോടി രൂപയിലധികം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി ഒരു യുവാവ് പിടിയിലായി. അറസ്റ്റിലായത് വയനാട് സ്വദേശി അബ്ദുൽ സമദ്. ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് ബാങ്കോക്കിൽ നിന്ന്. കന്നഡ നടിക്ക് അശ്ലീല സന്ദേശമയച്ച മലയാളി യുവാവ് ബംഗളൂരിൽ അറസ്റ്റിലായി. പിടിയിലായത് ഡെലിവറി സ്ഥാപനത്തിൽ മാനേജരായ നവീൻ. വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി തുടർച്ചയായി മോശം സന്ദേശങ്ങൾ അയച്ചെന്ന് നടി പരാതി നൽകി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ RPF ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം. പ്ലാറ്റ്ഫോമിൽ ഉറങ്ങിയത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം. റെയിൽവേ താൽക്കാലിക ജീവനക്കാരനായ മമ്പ്രം സ്വദേശി ധനേഷ് കസ്റ്റഡിയിലായി. മർദ്ദനത്തിനിരയായത് RPF ഉദ്യോഗസ്ഥൻ ശശിധരൻ. അവർ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഇയാളോട് പറഞ്ഞു നിങ്ങളുടെ ബാഗും ഫോണും എടുത്ത് വെക്ക്, നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാളെ യാതൊരു പ്രകോപനമില്ലാതെ ഈ നമ്മുടെ RPFന്റെ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാനുണ്ടായത്. കയ്യേറ്റം ചെയ്യുക മാത്രമല്ല യൂണിഫോം വലിച്ചു കീറി അയാളെ ബോഡി ക്യാമറ നശിപ്പിച്ചു. പോരാത്തത് കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അതിക്രമം നടന്നത് ഇന്ന് പുലർച്ചെയാണ്. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്ത് വിദ്യാർത്ഥികളെ കൊണ്ട് കാൽ തിരുമിപ്പിച്ച അധ്യാപിക. സംഭവം ബന്ധപ്പള്ളി ട്രൈബൽ ഗേൾസ് സ്കൂളിൽ. കാൽ വഴുതി വീഴാൻ പോയെന്നും ഈ സമയം വിദ്യാർത്ഥികൾ സഹായിക്കുകയായിരുന്നുവെന്നും അധ്യാപികയുടെ വിശദീകരണം. കോഴിക്കോട് കട്ടിപ്പാറ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരെ വീണ്ടും സമരം. അമ്പലമുക്കിൽ കുടിൽ കെട്ടി സമരസമിതി. ഫാക്ടറി തുറക്കുന്നതിൽ തീരുമാനമായില്ല. നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കാതെ ഫാക്ടറി തുറക്കാൻ അനുവദിക്കില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ. കസ്റ്റംസിന്റെ അഭിഭാഷക എന്ന് കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടി യുവതി പിടിയിലായത് പാലക്കാട് ഒലവക്കോട് സ്വദേശിനി പ്രവീണ. കോഴിക്കോട് മാവൂർ സ്വദേശിനിക്ക് നഷ്ടമായത് 56 ലക്ഷം രൂപ. കസ്റ്റംസ് പിടിക്കുന്ന സ്വർണം റിലീസ് ചെയ്യാൻ പണം നൽകിയാൽ കമ്മീഷൻ ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പരങ്ങേറിയത്. പാലക്കാട് വടക്കഞ്ചേരിയിൽ കിടപ്പ് രോഗിയായി വീട്ടമ്മയെ കടിച്ച തെരുവ് നായ്ക്ക് പേ വിഷബാധ. സ്ഥിരീകരണം മണ്ണുത്തി വെറ്ററിനറി സർവകലാശാലയിൽ നടത്തിയ പരിശോധനയിൽ സമീപത്തെ മറ്റൊരു പശുക്കുട്ടിക്കും പേ വിഷബാധ ലക്ഷണങ്ങൾ. കിടപ്പ് രോഗിയായ വീട്ടമ്മയെ തെരുവുനായി ആക്രമിച്ചത് ഇന്നലെ. കാട്ടാനപ്പേടി ഒഴിയാതെ തൃശൂർ ജില്ലയിലെ കുതിരാൻ. അക്രമകാരിയായ കാട്ടാന വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി. വനംവകുപ്പിന്റെ നിരീക്ഷണം തുടരുകയാണ്. ഒറ്റയാനെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റാൻ ശ്രമം നടക്കുന്നു. ഇടുക്കി മറയൂർ ചന്ദൻ റിസർവിൽ പുലിയുടെ സാന്നിധ്യം. നാച്ചിവേൽ കുപ്പനോട ഭാഗത്ത് കണ്ട പുലിയുടെ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. പുലിക്കായി കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. കേരള സർവകലാശാലയിലെ PhD വിവാദത്തിൽ ഡീനിനെതിരെ ആരോപണവുമായി വിദ്യാർത്ഥി. തനിക്ക് സംസ്കൃതം അറിയില്ലെന്ന പരാമർശം സത്യവിരുദ്ധമെന്ന് വിപിൻ വിജയൻ. സംസ്കൃതത്തിൽ നേടിയ PhDയുടെ അടിസ്ഥാനത്തിലാണ് ഗവേഷണത്തിന് ചേർന്നതെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. ഡീൻ വിജയകുമാരിയുടെ ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ വിരോധമെന്നും വിപിൻ വിജയൻ. പാലക്കാട് സഞ്ജിത് വധക്കേസിൽ വിചാരണ തുടരാമെന്ന് സുപ്രീം കോടതി. കൊലപാതകത്തിന് സാക്ഷിയായ ഭാര്യ പ്രതിയെ ചൂണ്ടിക്കാട്ടിയെന്നും അതിനപ്പുറം പിന്നെ എന്താണുള്ളതെന്നും സുപ്രീം കോടതിയുടെ ചോദ്യം. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജനുവരിയിലേക്ക് മാറ്റി. RSS പ്രവർത്തകനായ സഞ്ജിത്തിനെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൊലപ്പെടുത്തിയത് 2022 നവംബർ 15-ാം തീയതി. വിദ്യാഭ്യാസ വകുപ്പിന് ആശ്വാസമായി ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. SSK ഫണ്ടിന്റെ ആദ്യ ഗഡു സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ കൈമാറി. 92,41 ലക്ഷം രൂപ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചു. കേന്ദ്രം സുപ്രീം കോടതിയിൽ ഈ വിവരം അറിയിച്ചതിന് പിന്നാലെയാണ് പണം ലഭിച്ചത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പറയൂ ഉമേഷ്. തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 109 കോടി രൂപയാണ് റെക്കറിംഗ് ഇനത്തിൽ ആദ്യം പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നത്. അതിൽ 92,41 ലക്ഷം രൂപ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ അക്കൗണ്ടിൽ ലഭിച്ചിരിക്കുന്നു. ഇനി നോൺ റെക്കറിംഗ് ഇനത്തിൽ 17 കോടി രൂപയാണ് ഈ ആദ്യ പ്രപ്പോസലിൽ ലഭിക്കാനുള്ളത്. അതായത് ആദ്യ പ്രപ്പോസലിൽ ഭൂരിഭാഗം തുകയും 90% മുകളിൽ തുകയും സംസ്ഥാനത്തിന് ലഭിച്ചു കഴിഞ്ഞു. ഇന്ന് സുപ്രീം കോടതിയിൽ കേരളത്തിന് അവകാശപ്പെട്ട എല്ലാ തുകയും നൽകുമെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഈ തുക ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും
എന്തായാലും വളരെ ആശ്വാസം നൽകുന്നതാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അവകാശപ്പെട്ട തുകയാണ്. ഈ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമാണ് ഈ പ്രപ്പോസൽ നോൺ റെക്കറിംഗ് ഇനത്തിൽ ഈ തുക കിട്ടേണ്ടിയിരുന്നത്. എന്തായാലും അത് കിട്ടിയിരിക്കുന്നു. ഇനി തന്നെ ആദ്യഘട്ടത്തിൽ 320 കോടി രൂപ വരെ വിദ്യാഭ്യാസ വകുപ്പ് പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും കുറച്ചാണെങ്കിൽ പോലും കേന്ദ്രം അനുവദിച്ചു നൽകി എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം ബാക്കി തുകയും ലഭിച്ചു തുടങ്ങും. കേരളത്തിന് അവകാശപ്പെട്ട ബാക്കി തുക വരും ഘട്ടങ്ങളിൽ ലഭിച്ചു തുടങ്ങും എന്ന് പ്രതീക്ഷ നൽകുന്നതാണ് ഈ തുക. എന്തായാലും 92,41,00,000 രൂപ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചു കഴിഞ്ഞു. SKN. ഉമേഷ്, ഒരു കാര്യം കൂടി, ഇത് PM ശ്രീ ഒപ്പിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന് വാർത്ത പ്രചരിക്കാൻ സാധ്യതയുണ്ട്. അതും ഈ SSK ഫണ്ടുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? നേരത്തെ തന്നെ PMC പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയ ഘട്ടത്തിൽ SSKയും ഇതുമായി ചേർത്ത് മുന്നോട്ട് പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ SSK ഫണ്ട് PMCയിൽ ഒപ്പിട്ടതാണ് എന്ന് പ്രചരിപ്പിച്ചാൽ അതിൽ തള്ളിക്കളയാൻ വിദ്യാഭ്യാസ വകുപ്പ് ഒരുപക്ഷെ തയ്യാറാക്കാൻ സാധ്യതയില്ല. കാരണം ഇനിയും കൂടുതൽ തുക ലഭിക്കാനുണ്ട്. കൂടാതെ SSK ഫണ്ടും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള ഫണ്ട് ലഭിക്കണമെങ്കിൽ PMCയിൽ ഒപ്പിടണം എന്നുള്ള നിബന്ധന കേന്ദ്രം വിദ്യാഭ്യാസ വകുപ്പിന് മുന്നിൽ വെച്ചിരുന്നു. എന്തായാലും ഈ ഫ്രീസ് ചെയ്ത വിവരം ഇതുവരെ കേന്ദ്രത്തെ അറിയിച്ചിട്ടുമില്ല. ഇന്ന് അറിയിക്കുന്ന സാഹചര്യമേ ഉള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇത്തരമൊരു പ്രചാരണം വന്നാൽ പോലും ഈ തുക സംസ്ഥാനത്തിന് ലഭിച്ചു എന്നുള്ളത് ആശ്വാസകരമാണ്. ഇപ്പോഴും പൂർണ്ണമായി ഈ പദ്ധതി താൽക്കാലികമായി PMC പദ്ധതി താൽക്കാലികമായി മരവിപ്പിക്കുന്നു എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. പദ്ധതി നിന്ന് പിന്നോട്ട് വരുന്നു എന്നുള്ള വിവരം പിന്നോട്ട് വരാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പദ്ധതി ഒപ്പിട്ടത് ഒരു ആശ്വാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തുക കിട്ടിയതെന്ന് വിലയിരുത്തപ്പെടേണ്ടി വരും. SKN. ഓക്കെ, താങ്ക് യു ഉമേഷ്. ബാലകൃഷ്ണൻ, മറ്റൊരു വാർത്തയിലേക്ക്. പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവരുടെ ചിരി ഉറപ്പാക്കണമെന്ന പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ പരാതിക്കാരെ സമയമെടുത്ത് കേൾക്കാനും സഹായിക്കാനും പെട്ടെന്ന് നടപടിയെടുക്കാനും തയ്യാറാക്കണമെന്ന് അദ്ദേഹം പോലീസ് സേനയ്ക്ക് നിർദ്ദേശം നൽകി. അക്രമങ്ങൾക്കെതിരെ നടപടിയെടുക്കൽ മാത്രമല്ല, അക്രമങ്ങൾ തടയുകയാണ് പോലീസ് ചെയ്യേണ്ടതെന്നും DGP ഓർമ്മിപ്പിച്ചു. കേരള പോലീസിന്റെ പുതിയ വനിതാ ഡിവിഷൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് DGPയുടെ ഈ പരാമർശം. സ്റ്റേഷനിലെത്തുന്നവരോട് മാന്യമായി പെരുമാറണമെന്ന കർശന നിർദ്ദേശവുമായാണ് DGP രവത ചന്ദ്രശേഖരൻ രംഗത്തെത്തിയത്. പരാതിക്കാരെ കേൾക്കാനും അവർക്ക് സംരക്ഷണം ഉറപ്പാക്കാനും കഴിയണം. സ്ത്രീകൾക്കെതിരായ അക്രമ കേസുകളിൽ നല്ല ജാഗ്രത വേണം. സ്റ്റേഷനിലെത്തുന്നവർക്ക് മാന്യത നൽകുക എന്നത് പ്രധാനമാണെന്നും സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ പറഞ്ഞു. Mainly the police stations to be aware of this particular thing, that listening, supporting and standing by the victim who is coming forward to the police station. This is the utmost important aspect. We should bring a smile to her face. I hope that will happen, and that will happen every time any person comes to the police station. Is she or he? അക്രമങ്ങൾക്കെതിരെ നടപടിയെടുക്കുക മാത്രമല്ല പോലീസിന്റെ ചുമതല. അക്രമങ്ങൾ തടയാൻ പോലീസിന് കഴിയണം. ശാരീരിക അക്രമങ്ങൾ പോലെ സൈബർ ആക്രമണങ്ങൾക്കെതിരെയും കർശന നടപടി വേണം. ഡിജിറ്റൽ ഡിഗ്നിറ്റി എല്ലാ പൗരന്മാർക്കും ഉറപ്പാക്കണം. സൈബർ ആക്രമണങ്ങളിൽ അന്തസ്സ് നഷ്ടമാകുന്ന സംഭവങ്ങൾ ഏറി വരികയാണെന്നും DGP പറഞ്ഞു. The digital space has become the new frontier of crime, from cyber stalking and impersonation to online exploitation and blackmail. കേരള പോലീസിന്റെ പുതിയ വനിതാ ഡിവിഷന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു DGP രവത ചന്ദ്രശേഖർ. DIG അജിത ബീഗം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ADGP S ശ്രീജിത്ത്, IG രാജ്പാൽ മീണ, DIG T നാരായണൻ, DCP അരുൺ K പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. 24 കോഴിക്കോട്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് നെടുംതൂണായ കിബി 25ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. രജത ജൂബിലി വർഷത്തിൽ 50,000 കോടി രൂപയുടെ പദ്ധതികളാണ് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. കിബി രജത ജൂബിലിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിച്ചു. നവകേരള സമിതിയുടെ പ്രധാന പങ്കാളി കിബിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്. പുതിയൊരു വികസന സങ്കൽപ്പത്തിൻ വിവാദ നക്ഷത്രം, സുതാര്യ നക്ഷത്രം, കേരള വികാസ നക്ഷത്രം. 1999 നവംബർ 11-നാണ് കിഫ്ബിയുടെ പ്രാരംഭ രൂപം നിലവിൽ വന്നതെങ്കിലും 2016ഓടെയാണ് അടിസ്ഥാന സൗകര്യ മേഖലയിൽ കിഫ്ബി സജീവമായത്. 50,000 കോടിയുടെ പദ്ധതികൾ ലക്ഷ്യമിട്ട് തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ 9 വർഷം കൊണ്ട് 90,562 കോടിയിലെത്തി. 1,190 പദ്ധതികളിൽ 21,881 കോടിയുടെ പദ്ധതികൾ പൂർത്തിയായി. കിഫ്ബി രജത ജൂബിലി ആഘോഷം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു.
രാഷ്ട്രീയ വേർതിരിവില്ലാതെ കിഫ്ബി പണം സർക്കാർ ഉപയോഗിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നവകേരള നിർമ്മിതിയുടെ പ്രധാന പങ്കാളിയായി കിഫ്ബിയെ കൊണ്ടുപോകുമെന്നും മുഖ്യമന്ത്രി. അസാധ്യം എന്നൊന്നില്ല. കാരണം നമ്മുടെ നാടിന്റെ ഒരുമയും ഐക്യവും അസാധ്യമെന്ന് കാണുന്ന ഏതിനെയും അതിജീവിക്കാൻ നമ്മളെ പ്രാപ്തമാക്കിയിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇനിയും അത് തന്നെ നമുക്ക് നടപ്പാക്കാം. എല്ലാവരും ഒരുമയോടെ ഐക്യത്തോടെ ഇതിൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നവകേരള നിർമ്മിതിയുടെ ഏറ്റവും വലിയ ഒരു പങ്കാളിയായി കിഫ്ബിയെ നമുക്ക് കൂടെ കൊണ്ടുപോകാം. ഭാവിയിൽ സംസ്ഥാനത്തിനുണ്ടാകുന്ന വരുമാനം മുൻനിർത്തി പുറത്തുനിന്നുള്ള ധനസമാഹരണത്തിലൂടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ പൂർത്തിയാക്കാനാണ് കിഫ്ബി ലക്ഷ്യമിട്ടത്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവർക്ക് മുന്നിൽ കിഫ്ബി അഭിമാന പദ്ധതിയായി മാറിയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കിഫ്ബി എന്ന് പറയുന്നത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ്, നടക്കാൻ പോകാത്ത കാര്യമാണ് എന്ന് പറഞ്ഞ് ധാരാളം ആക്രമണങ്ങൾ കേട്ടിട്ടുമുണ്ട്. ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന തരത്തിലേക്കുള്ള ശ്രമങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം നേരിട്ട് ഇത് കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാക്ക് ബോണായി മാറുന്ന ഒരു നിക്ഷേപ സഹായിയായ സംവിധാനമാണ് ഇന്നിപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നത്. ആകെ കിഫ്ബി ഇപ്പോൾ ചെലവാക്കിയിട്ടുള്ള പണത്തിൻ്റെ 1/4 ഒന്നാം പിണറായി സർക്കാരും 3/4 രണ്ടാം പിണറായി സർക്കാരുമാണ് ചെലവാക്കിയത് എന്നുള്ളതുകൊണ്ട് വീണ്ടും ഒരു സർക്കാരിന് തുടർച്ചയുണ്ടാവുമെങ്കിൽ ഇതിനേക്കാളും എത്രയോ കൂടുതൽ ചെലവാക്കാൻ കഴിയും, ഇത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന സാധ്യത കൂടി ഞാൻ പറയുകയാണത്. സാധ്യതയാണ്, വേണ്ടതാണ്. എന്നാൽ മാത്രമാണ് ഇക്കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ചടങ്ങിൽ കിഫ്ബി CEO KM എബ്രഹാം നവകേരള ദർശനവും കിഫ്ബിയും എന്ന വിഷയത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ ഊർജം നൽകിയത് മുഖ്യമന്ത്രിയെന്ന KM എബ്രഹാം. പ്രതിസന്ധി ഉടലെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കുറച്ച് കിഫ്ബി പദ്ധതികൾ ഘട്ടം ഘട്ടമായി പുനഃക്രമീകരിക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചു. ബാക്കിയുള്ളത് ബഡ്ജറ്റിലേക്ക് തിരിച്ചയക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചു. സധൈര്യം മുന്നോട്ട് പോകണം എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമായ ആഹ്വാനം. ഒരു പുനർചിന്തനവും ഒരു തിരിഞ്ഞുപോക്കും വേണ്ട, മുൻപോട്ട് പോവുക എന്നുള്ള ശക്തമായ ആഹ്വാനം. കിഫ്ബിയെ സംരക്ഷിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്ന ആ വലിയ ദൗത്യം ധൈര്യത്തോടെ നിർവഹിച്ചത് ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീ ബാലഗോപാലാണ്. കിഫ്ബി വഴി ഇനി വൻ പദ്ധതികളാണ് വരാനിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് പ്രത്യേക കമ്പനി, 14,600 കോടിയുടെ 3 വ്യവസായ പാർക്കുകൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 227 കോടിയുടെ പദ്ധതികൾ, 1900 കോടിയുടെ AC റോഡ് വികസനം, 2135 കോടിയുടെ വയനാട് ഇരട്ട തുരങ്കം എന്നിവയാണ് ഭാവിയിലെ വമ്പൻ പദ്ധതികൾ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.